നയാ പൈസയില്ല, ഖജനാവിൽ നയാ പൈസയില്ല. ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ നയാ പൈസയില്ല. പെറ്റുകിടന്ന പൂച്ച പോലും തെറി വിളിക്കും നയാ പൈസയില്ല, ഖജനാവിൽ നയാ പൈസയില്ല. അതുകൊണ്ട് ആശാ വർക്കർമാരെല്ലാം മേലോട്ട് നോക്കിയിരിക്കുക. കഷ്ടപ്പെട്ട് ഇത് പിണറായിയുടെ കേരളമാണ്. ഇവിടെ അങ്ങനെ ആശാ വർക്കർമാർക്ക് കൊടുക്കാനൊന്നും കാശില്ല. കെ വി തോമസിനും PSCയിലെ അങ്ങ് മുന്തിയ ഏമാന്മാർക്കും കൊടുക്കാൻ മാത്രമേ കാശുള്ളൂ. ഞങ്ങൾ കൊടുത്തല്ലോ, 2 മാസത്തെ അനുവദിച്ചിട്ടുണ്ടല്ലോ, ഇനി എന്ത് വേണം? മുടങ്ങിയത് എത്ര മാസത്തെ ആയിരുന്നു? 3 മാസത്തെ. ഞങ്ങൾ നിങ്ങൾ 2 മാസത്തെ കൊടുത്തു. ആ തുകയും കൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് ആശ്വസിക്കുന്ന സ്ത്രീകളാണ് അവർ. കോവിഡ് കാലത്ത് നിങ്ങൾ പട്ടിയെ പോലെ പണിയെടുപ്പിച്ചതല്ലേടോ അവരെ? അവരുടെ അധ്വാനത്തിന്റെ കാശല്ലേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങളുടെ തറവാട്ടിലെ കാശൊന്നും ചോദിക്കുന്നില്ലല്ലോ. തായ്ക്കണ്ടിയിലെ ഒന്നും തരുന്നില്ലല്ലോ. നിങ്ങൾ എവിടാന്ന്? ഞങ്ങൾ അവരുടെ കൂടെയാണ്. സമരക്കാരുടെ ആവശ്യം ന്യായമാണ്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. അതെ. എന്താ കാണിച്ചിട്ടിരിക്കുന്നത്? എന്നിട്ട് ഈ PSCയിലെ ശമ്പള വർധനവൊക്കെ എന്തിനാണെന്നോ അനാവശ്യമായിട്ടുള്ള ശമ്പള വർധനവായി വർദ്ധിപ്പിച്ചത് ഇപ്പൊ സർക്കാർ നിങ്ങളുടെ ആരായിട്ട് വരും? ഞങ്ങളിപ്പോ ഞാൻ ബിനോയ് വിശ്വത്തിന്റെ ആളാ. നിന്നിപ്പോ CPI ആയി. പുറത്തിറങ്ങിയാൽ നാട്ടുകാർ കൈവെക്കും എന്നുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് CPI ആയി. ഞങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെ നിക്കോളൂ. 2 ദിവസത്തേക്കാണോ CPI ആയത്? അവര് ഏതൊരു നിക്കോ അത് 2 ദിവസം പോലും ബിനോയ് വിശ്വം ആ വാക്കിൽ ഉറച്ചു നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല കേട്ടോ. കാരണം പറഞ്ഞിരിക്കുന്നത് ബിനോയ് വിശ്വ. ഞങ്ങൾ ആശാ വർക്കർമാരെ കൂടെ തന്നെ നിൽക്കും. അവരുടെ ആവശ്യം ന്യായമാണ്. അപ്പൊ നിങ്ങളുടെ കപ്പിത്താനെ നിങ്ങൾ തെറി വിളിക്കുന്നു എന്നാണോ? അങ്ങനെയല്ല, എന്നാലും ഞങ്ങളുടെ കപ്പിത്താനെ നിങ്ങൾ തള്ളി പറയുകയാണോ? അല്ല, ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. നിങ്ങൾ എവിടെയും ഒരിടത്തുന്നില്ല, എവിടാന്ന് പറ. കപ്പിത്താന്റെ കൂടാണോ അതോ ആശാ വർക്കർ? സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ നിൽക്കും. സാഹചര്യം അനുസരിച്ച് ഇവർ തന്തമാരെ മാറ്റിക്കൊണ്ടിരിക്കും. തന്തേരെ കാര്യം പറയോടോ, പറയും. ഇത് നിങ്ങളുടെ ഡബിൾ ഡാഡി സിൻഡ്രോം ആണ്. അതിന്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പറയല്ലേ, മെച്ചപ്പെട്ട സാഹചര്യമുള്ളവർക്ക് സഹായം കിട്ടുമ്പോ ആശാ വർക്കർമാരെ അവഗണിക്കരുത്. സമൂഹം എല്ലാം കണ്ടോണ്ടിരിക്കല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ കാലം പറ്റിയ ആശാ വർക്കർമാരൊക്കെ. ഇത് CPIയുടെ നിലപാടല്ലേ? CPMന്റെ നിലപാട് പറയണം. CPIയുടെ നിലപാട്. താൻ ഇവിടെ ഇന്നോട്ട് CPIയുടെ നിലപാട് പറയണ്ട, താൻ CPMന്റെ നിലപാട് പറ. ഞാൻ CPI ആണ്. ഞാൻ CPI. ഇന്നലെ വരെ താൻ CPM ആയിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ LDF. അല്ല, ഇന്നലെ വരെ കുറച്ചു നേരം മുമ്പേ വരെ താൻ CPM ആയിരുന്നല്ലോ. ഞാൻ LDF ആകുമ്പോ എല്ലാരും ഉണ്ടല്ലോ. CPI അത് നമുക്കറിയാടോ. നിങ്ങൾക്ക് നിന്ന് നിപ്പിൽ അച്ഛനെ മാറ്റാനും വിഷമമില്ലാത്തവരാണെന്ന് നമുക്കറിയാം. നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാതെ. എന്നോട് ഇതുവരെ ഏത് കക്ഷിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എന്നെ കമ്മി വിളിച്ച് ആക്ഷേപിക്കുന്നല്ല. ഞാൻ താൻ ഇവിടെ നിന്നിട്ട് കുരച്ചോണ്ടിരിക്കുന്നത് മറ്റേ എന്നും വന്ന് പിണറായിക്ക് വേണ്ടിയാണല്ലോ കുരയ്ക്കല്. അപ്പൊ പറയാതെ തന്നെ അറിയാലോ താൻ CPM കാരിയാണെന്ന്. അത് പിന്നെ ഞങ്ങളുടെ സഹാവിനെ പറഞ്ഞ് ഞങ്ങൾ കേട്ടോണ്ടിരിക്കോ? അതുകൊണ്ടില്ലെങ്കിൽ സഹാവിനാണ് സംസാരിക്കുന്നത്. ഞാൻ ശരിക്കും CPI ആണ്. ഞങ്ങൾ ആശാ വർക്കർമാരെ കൂടെ നിക്കോളൂ. അവിടെ ആവശ്യം ന്യായമാണ്. യൂട്ടേണടിയാണോ ഇത്? ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാം. അപ്പൊ ഞങ്ങൾ ഇനി അവരെ കുറ്റം പറയണോ? ഇടോ, താൻ CPM കാരി ആയിരുന്നില്ലേടോ? അത് പിന്നെ ഞാൻ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഞാൻ CPI ആണ്. ഞാൻ ബിനോയ് വിശ്വത്തിന്റെ കൂടെ നിക്കോളൂ. ആശാ വർക്കർമാർ അവരുടെ ആവശ്യം ന്യായമാണ്. അവരുടെ ആവശ്യം നടത്തി കൊടുക്കണം. ചുമ്മാ PSCയിലെ ശമ്പള വർധനവ് എന്തിനാവശ്യമില്ലാത്ത ശമ്പള വർധനവൊക്കെ കൊടുത്തു. എന്നിട്ട് ഓരോന്ന് വാങ്ങിച്ചോണ്ട് അവര് കോൺഗ്രസിലോട്ട് പോകും, BJPയിലോട്ട് പോകും. സർക്കാരിന് ഓരോന്ന് വാങ്ങിയിട്ട് അവരുടെ ഇഷ്ടമുള്ള പാർട്ടിയിലോട്ട് പോകും. ഇതെന്ത് കഷ്ടമാണ്. നമ്മൾ കൂട്ടിക്കൊടുക്കും, നമ്മൾ കൊടുക്കണം. നിങ്ങൾ കൂട്ടിക്കൊടുക്കും. നമുക്ക് നമ്മളെ കൂടെ പറയിക്കരുത് കേട്ടല്ലോ. കൂട്ടിക്കൊടുക്കുന്ന ഉദ്ദേശിച്ചതല്ല, പൈസ കൂട്ടിക്കൊടുക്കും. നിങ്ങൾക്ക് കൂട്ടിക്കൊടുപ്പിച്ചിട്ട് കൂടുതലാന്ന് നമുക്കറിയാം. അനാവശ്യം പറഞ്ഞ ഞങ്ങൾ ആശാ വർക്കർമാരെ കൂടെ നിക്കോളൂ. എടോ, എന്ത് അങ്ങനെയാണ് താൻ ഇവിടെ നിന്നിട്ട് പിണറായിയെ തെറി പറയണോ? അതെന്തിനു പറയണോ? താൻ CPI കാരിയാണല്ലോ. CPI എന്തായാലും ആശാ വർക്കർമാരുടെ കൂടെ. നിങ്ങൾ ഒറ്റക്കെട്ടല്ല. നിങ്ങൾ മിണ്ടരുത് കേട്ടല്ലോ. LDF ആണ്. ഞങ്ങൾ LDF ഒന്നിച്ച് നിൽക്കും. നിങ്ങൾ ഒറ്റക്കെട്ടല്ല. നിങ്ങളുടെ സർക്കാരാണ് ആശാ വർക്കർമാർക്ക് കാശ് കൊടുക്കാത്തത്. സർക്കാരിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്ന ആരാണോ? സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ആരാണോ? പിണറായി വിജയൻ. നിങ്ങളുടെ ആരാണോ? ഖജനാവിൽ പൈസ ഇല്ല. അയ്യോ, KV തോമസിന് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാശുണ്ടല്ലോ. 5 ലക്ഷം രൂപ യാത്രാബത്ത കൊടുത്തിരുന്നത് ഇപ്പൊ 11 ലക്ഷമാക്കി. ആരോട് വെച്ചിട്ടുണ്ടാണോ? ആശാ വർക്കർമാർക്ക് പൈസ കൊടുത്തില്ല. 2 മാസത്തെ നിങ്ങൾ എന്തിനാണോ മറ്റേ ക്യാബിനറ്റ് പദവിയോടെ നിങ്ങൾ മറ്റേ KV തോമ തോമയെ അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? തിരുത തോമ. അത് പിന്നെ അദ്ദേഹത്തിന് അനുവദിക്കാനുള്ള അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ KV തോമസ് എന്താണ് കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ ഇരുന്ന് പുളുത്തുന്നത്? ഒന്ന് കേക്കട്ടെ. പറയടോ.
എന്തോന്നാണോ അങ്ങനെ അവിടെ ഇരുന്നോണ്ട് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്? ആശാ വർക്കർമാർ വയനാടിന്റെ കാര്യത്തിൽ 2 വാക്ക് പറഞ്ഞോടോ ഈ കെ വി തോമസ്? പറഞ്ഞല്ലോ. എന്തോന്നറിയാവോ കെ വി തോമസിന്റെ പരിപാടി? അവിടുന്ന് പിണറായിക്ക് വേണ്ടി ബ്രോക്കർ പണി എടുക്കല. എന്തിനാ കേട്ടല്ലോ ഇനി കല്യാണം ബ്രോക്കർ പണി ബ്രോക്കർ പണി മോദിയുമായിട്ട് പാലം ഇട്ട് കൊടുക്കലാണ് മൂപ്പരുടെ സ്ഥിരം പരിപാടി. എന്തോന്നറിയാവോ, ലാവ്ലിൻ കേസ് അനക്കാൻ തുടങ്ങുന്നു എന്നൊരു സംശയം തോന്നുമ്പോഴും പിണറായിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം തുടങ്ങാൻ പോകുന്നു എന്നറിയുമ്പോഴും നിന്ന നിപ്പിൽ പിണറായി കെ വി തോമസിനെ വിളിക്കും പോയി മോദിയെ കാണാൻ. നാണം ഉണ്ടാണോ ഈ ബ്രോക്കർമാർക്കൊക്കെ 11 ലക്ഷം യാത്രാബത്ത കൂട്ടി കൊടുക്കാൻ? നാണം ഉണ്ടാണോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് നാണമുണ്ട്, മാനമുണ്ട്. നിങ്ങളുടെ മാനം. ഈ ആശാ വർക്കർമാർ എന്താണ് അവിടെ കിടന്ന് കാണിക്കുന്നത്? ആരോഗ്യ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ സ്തംഭിക്കില്ലേ? അവിടെ കുറച്ച് മുമ്പേ അവരെ ആശാ വർക്കറുടെ കൂടാണെന്നല്ലോ പറഞ്ഞത്. അത് ഇപ്പൊ ഞാൻ CPI ആയി. എന്താണ് ഈ അവിടെ കിടന്ന് കാണിക്കുന്നത്? നിങ്ങൾ ജോലി ചെയ്തിട്ട് ആരോഗ്യ പ്രവർത്തനങ്ങൾ സ്തംഭിക്കില്ലേ? ആവശ്യം സ്തംഭിക്കണോടോ? അവരെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിച്ചിട്ട് കാശ് കൊടുക്കുന്നില്ല. സമരക്കാര് മനസ്സിലാക്കണം, നിങ്ങൾക്ക് പിന്നെ ലോബി ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ലോബി? അത് പിന്നെ എന്തോ ഒരു ലോബിയാ. അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ടിട്ട് കാശ് ചോദിച്ചപ്പോഴത്തേക്ക് സമരം നടത്തിയ ആൾക്കാർക്ക് പിന്നിൽ ലോബി ഉണ്ടെന്ന്. ആ പാവം പിടിച്ചവരുടെ കൂട്ടത്തിലാണല്ലോ ലോബി ഇരിക്കുന്നത്. പിന്നെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആ പാവങ്ങള്. നിങ്ങളുടെ മറ്റേ ആ സമരക്കാര് പറഞ്ഞ കേട്ടായിരുന്നല്ലോ, നിങ്ങളുടെ വീണാമന്ത്രിയുടെ ചെരുപ്പ് മേടിക്കുന്ന കാശ് മതിയല്ലോടോ അവർക്ക് കാശ് കൊടുക്കാൻ. പിന്നെ ഞങ്ങളുടെ മന്ത്രിയുടെ നിങ്ങളുടെ മന്ത്രിയുടെ മക്കള് മൃഷ്ടാനം വെട്ടിവിഴുങ്ങുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ മന്ത്രിയുടെ മക്കൾക്ക് പിന്നെ ഭക്ഷണം കഴിക്കാം. അവർ കഷ്ടപ്പെടുന്നത് ഒരു നേരത്തെ ആഹാരം അവരുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? പട്ടിണിയില്ലാത്ത കേരളമാണ് ഞങ്ങളുടെ പട്ടിണിയില്ലാത്ത എല്ലാവർക്കും വേണം. അയ്യോ, അതുകൊണ്ടായിരിക്കും മറ്റേ അവിടുത്തെ ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ മക്കൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ മറ്റേ കോവിഡിൽ കേരള മാതൃക തള്ളിമറിക്കുന്നുണ്ടല്ലോ. 3ാം പിണറായി സർക്കാരിന് വേണ്ടിയിട്ട് ഇപ്പം 2ാം പിണറായി സർക്കാരിന് വേണ്ടിയിട്ട് ഇവർ തള്ളിയത് കോവിഡ് മാതൃക, ലോകത്തിന്റെ മാതൃക തള്ളിമറിച്ച കഥ ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. ആരൊക്കെ കൂടെ പണിയെടുത്തിട്ടാണോ? ആരൊക്കെ കൂടെ പണിയെടുത്തിട്ടാണോ ഈ കോവിഡിൽ കേരളം അതിജീവിച്ചത്? നിങ്ങൾ പിണറായി മാത്രം അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണോ? അത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ആ സമയത്ത് അവർ ഒരുപാട് വർക്ക് ചെയ്തു, അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അവര് കളക്ട് ചെയ്തുകൊണ്ടുവന്ന കണക്ക് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ വൈകുന്നേരം വന്നിരുന്നത് വിളിച്ച് ആകെ ചെയ്തത്. മറ്റേ പത്രസമ്മേളനം വൈകിട്ട് 6 മണിക്കത്തെ വന്നിരുന്ന് എഴുതി കൊടുക്കുന്നത് വായിക്കലായി. അത് ഈ ആശാ വർക്കർമാർ കൊണ്ടുവന്ന കണക്ക് തന്നെയാണ് കൂവിയത്. അതിന്റെ ഒരു അല്പമെങ്കിലും ഒരു ദയ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ കാശ് കൊടുക്കില്ല. അതല്ലേ പറഞ്ഞത്, ഞങ്ങൾ ആശാ വർക്കർമാരെ കൂടെയാണ്. അവരെ ന്യായമായ ആവശ്യമാണ്. ആശാ വർക്കർമാരെ കൂടെയാണെന്ന്. എന്നാണ് 7,000 രൂപയിൽ 21,000 ആക്കണമെന്ന് പറഞ്ഞ എന്തിരത്? ആശാ വർക്കർമാരെ നിങ്ങൾക്ക് ഈ കെ വി തോമസിന്റെ 5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷം ആക്കാമല്ലോ. ലക്ഷങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ല. അത് പിന്നെ എല്ലാരും കൂടി ആവുമ്പോ കുറെ ലക്ഷം ആവൂലേ? ഖജനാ വീതിയിൽ നിന്നൊക്കെ എവിടെ പൈസ ഇരിക്കുന്നു? ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഈ കെ വി തോമസിനും മറ്റേ ഈ PSC-കാർക്കും എല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടിട്ട് എത്ര കോടി മുടക്കേണ്ടി വരും? അത് പിന്നെ ഞങ്ങൾ ആശാ വർക്കർമാരെ കൂടെയാണ്. അവരുടെ ആവശ്യം ന്യായമാണ്. ഈയിടെ ഉളുപ്പില്ലാത്ത എനിക്ക് പച്ച തെറി വരുന്നുണ്ട് കേട്ടല്ലോ. ഞാൻ നാട്ടുകാർ കേൾക്കുന്നോണ്ട് ഞാനത് വിളിക്കുന്നില്ല. ഞങ്ങളുടെ ബിനോയ് വിശ്വ ആ സമരപ്പന്തലിൽ പിന്നെ ഇന്നലെ വരെ നിങ്ങളുടെ പിണറായി ആയിരുന്നു. താൻ എവിടെയല്ലോ ഒരിടത്തുന്നില്ലടോ, ഒരിടത്തുന്നില്ലടോ. ഇടതുപക്ഷമാണ്. CPM ആണോ CPI ആണോ? അതിപ്പോ പറ. ഞാൻ LDF. CPM ആണോ CPI ആണോ? ഇപ്പൊ പറയണോ. താൻ ഇവിടുന്ന് വളഞ്ഞിട്ട് പോയാ മതി. അങ്ങനെ നാട്ടുകാരെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കും. LDF എല്ലാം ശരിയാകും. അതാണ് ഞാൻ. എന്നോട് കൂടുതലൊന്നും ചോദിക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ക്യാപ്സൂൾ ഇറക്കുന്ന 14 എണ്ണത്തിന്റെയും ഗതികേട്. ഒന്നും അറിയത്തില്ല. ചുമ്മാ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന എല്ലാം വാരി വെതറുക. ഞങ്ങൾ LDF ഒറ്റക്കെട്ട്, അത് മാത്രമേ എനിക്കറിയാം. ഞങ്ങള് ശരി, ഞാൻ CPM ആയാലും CPM ആയാലും ഞങ്ങൾ കുറ്റപ്പെടുത്തണം. CPM ആയാലും CPI ആയാലും ഞങ്ങൾ കുറ്റപ്പെടുത്തണോ? ഞങ്ങൾ പൊതുമധ്യത്തിന് വലിച്ച് ഇട്ട് കൊടുക്കണോ? ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നട്ടലുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ സ്വന്തം പ്രസ്ഥാനം കാണിക്കുന്ന നെറികേടിനെ ചോദ്യം ചെയ്യാൻ പഠിക്കണം. അതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. ഞങ്ങൾ പറഞ്ഞത് ആശാ വർക്കർമാരുടെ ന്യായമാണ്. കൊണ്ടുപോക്കോ, പോ. കണ്ണു മുമ്പിൽ കണ്ടേക്കരുത്. പൊക്കോ. ഈ വഴിക്കൂടെങ്ങാനും വന്നാലുണ്ടല്ലോ വലിച്ചു കീറി ഞാൻ 4 വേലിയിൽ വെക്കും. എന്റെ കുണം തെറ്റി നിൽക്കുവാണ് കേട്ടല്ലോ. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ വലിക്കട മൂട്.